സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക? കേരളം ഇടതിലേക്ക് ചരിയുമോ അല്ല വലതിലേക്ക് ചരിയുമോ, ഇനിയിപ്പോൾ അതല്ല ഒരു മാറ്റം സംഭവിച്ച് താമര വിരിയുമോ എന്നുള്ള ചില അഭ്യൂഹങ്ങളും അഭിപ്രായഗതികളും ആശങ്കകളും ഒക്കെ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു ചോദ്യം, ഏറ്റവും കൂടുതൽ നിർണായകമായ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ പരമപ്രധാനമായ ഒരു മണ്ഡലമാണ് ബേപ്പൂര്. ബേപ്പൂര് കഴിഞ്ഞ 2 തവണ മുഹമ്മദ് റിയാസ് നേടിയതാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി. അപ്പോൾ ടൂറിസം വകുപ്പ് കേന്ദ്രീകരിച്ച് ബേപ്പൂരിൽ വലിയ വലിയ വികസന പദ്ധതികൾ, സീപ്ലെയിൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേശീയപാതകൾ മുഹമ്മദ് റിയാസിൻ്റെ മിടുക്കുകൊണ്ട് നടന്നതാണ് എന്നുള്ളത് എപ്പോഴും ജനങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഓരോ കിലോമീറ്ററുകൾ ദേശീയപാതയുടെ നിർമ്മാണ പൂർത്തീകരണ വേളയിലെല്ലാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി റീൽസുകൾ ഇട്ടുകൊണ്ടിരുന്നു. പിന്നീട് ദേശീയപാത തകർന്നു കഴിഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റേതല്ല, അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേരളത്തിന് പങ്കില്ല, കേന്ദ്രത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത്, ബേപ്പൂരിൽ ഇക്കുറി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലം തേടിച്ചെന്ന് UDF വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് PV അൻവറാണ്. PV അൻവർ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് CPM പാളയത്തിൽ തീയിട്ട് AKG സെൻറ്ററിന് വരെ തീ വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 20,000 ശിഷ്ടം വോട്ടുകൾ സ്വന്തമായി മത്സരിച്ച് നേടി. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആര്യടൻ ഷൗക്കത്ത് അവിടെ ജയിക്കുന്നു. പിന്നീട് UDF ചേക്കേറിയ PV അൻവർ ഒറ്റ ഡിമാൻഡാണ് UDF മുമ്പിൽ വെച്ചത്. എനിക്ക് സുരക്ഷിതമായ മണ്ഡലം തന്നെ എന്ന് പറഞ്ഞില്ല. മുഹമ്മദ് റിയാസ് എവിടെ മത്സരിക്കുന്നു? മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്, ആ ബേപ്പൂര് ഞാൻ UDF കയ്യിൽ വെച്ച് തരും എന്നാണ് അൻവർ പറയുന്നത്. അൻവർ ഏതാണ്ട് ഒരു 6 മാസക്കാലം മുൻപേ തന്നെ ബേപ്പൂര് കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും 3-4 മാസം മുമ്പ് അൻവർ ബേപ്പൂരിൽ ഇറങ്ങി. ബേപ്പൂരിൽ പുലി ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അൻവർ ഇറങ്ങി. പുലി തന്നെയായിരുന്നു. അതെ. അപ്പോൾ അൻവർ പറയുന്നത് മുഹമ്മദ് റിയാസിൻ്റെ വികസനം മുഴുവൻ റീൽസിലാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്തെ ഭരണം മുഴുവൻ ഫ്ലെക്സിലാണ്. ബേപ്പൂരിൽ താൻ തീരദേശ പ്രദേശങ്ങളിലടക്കം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അവൻ്റെ അന്ന പ്രശ്നങ്ങൾ, അരി പ്രശ്നങ്ങൾ, ചികിത്സാ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞ ഒരു പൊതു ശ്മശാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും ബേപ്പൂര് ഏതാണ്ട് 50 വർഷം പിറകിൽ നിൽക്കുന്നു എന്ന് PV അൻവർ സാക്ഷ്യം ചെയ്യുന്നു. പല മാധ്യമങ്ങളിലൂടെ അത് വാർത്ത പുറത്തു വന്നു. തീപാറുന്ന മത്സരമാണ് ഇക്കുറി ബേപ്പൂരിൽ നടക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് രംഗത്തെയും ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു 50 വർഷക്കാലം മുതലുള്ള രാഷ്ട്രീയ ചരിത്രങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും പലപ്പോഴും കൃത്യമായ പല പ്രവചനങ്ങളും നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയകാര്യ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? ബേപ്പൂരിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ, അല്ലെ അൻവറിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ അമ്മായിപ്പൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണ്. DYFIയുടെ അഖിലേന്ത്യാ നേതാവുമായിരുന്നു. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും ഉന്നതനായൊരു നേതാവ്, ഇത്രയും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച മന്ത്രി ഒരു 10-15 നിയോജകമണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ കൊണ്ട് പ്രചരണം നടത്താൻ പോകുന്ന നമുക്ക് കാണാമായിരുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും ആലപ്പുഴയിലും ഒക്കെ. പക്ഷേ ഇത്തവണ ബേപ്പൂരിന് പുറത്തേക്ക് ഇദ്ദേഹം പ്രശ്നയ്ക്ക് പോയി കാണാം, എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും പോയി കാണാം. അങ്ങനെ വ്യാപകമായ ഒരു പ്രചരണ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി അതിന് ബാധ്യതപ്പെട്ട പിണറായി വിജയനെ പോലെ തന്നെ ബാധ്യതപ്പെട്ട മുഹമ്മദ് റിയാസ് പോയില്ല എന്നുള്ളത് കാണിക്കുന്നത്, ബേപ്പൂരിൽ നിന്ന് ഒരു സെക്കൻഡ് കണ്ണു തെറ്റിയാൽ മൊത്തം ബേപ്പൂർ അടിച്ചെടുത്തുകൊണ്ട് പോകാൻ PV അൻവർ അവിടെ ഉണ്ട് എന്നുള്ള ആത്മഭയം മാത്രമായിരിക്കണം ഞാൻ വിചാരിക്കുന്നത്. അതായത് PV അൻവറിനെ മുഹമ്മദ് റിയാസ് കാര്യമായി ഭയക്കുന്നു. പക്ഷേ ഇന്നലെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഒരു 9 വർഷം മുൻപ് കേരളത്തിൽ വന്നു പോയ ആളുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവർ അന്തം വിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അന്തം വിട്ട് നിൽക്കുന്നത് കേരളത്തിൻ്റെ വികസന
രീതികൾ മനസ്സിലാക്കിയിട്ട് എത്രത്തോളം കേരളം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കി 9 വർഷം മുമ്പ് കേരളം കണ്ട് മടങ്ങിപ്പോയ ആളുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായ ഈ വികസനം പുരോഗമനം കണ്ട് ജനങ്ങൾ അന്തം വിട്ട് നിൽക്കും. അതുകൊണ്ട് 3.0 എന്നുള്ള തുടർഭരണ സ്വപ്നം മാത്രമല്ല, ഇനി ഒരിക്കലും ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൻ്റെ ഭരണം വിട്ട് ഒഴിഞ്ഞു പോകരുത് എന്നുള്ള തരത്തിൽ ജനം ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് PV അൻവർ ഒന്നും എനിക്കൊരു വിഷയമല്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. ഒരുപക്ഷെ കേരളത്തിലെ ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപരന്മാരെ നിർത്തിയിരിക്കുന്ന മണ്ഡലം ബേപ്പൂർ തന്നെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ അതിനെ നിശിതമായി വിമർശിക്കേണ്ടായി. അതായത് മുഹമ്മദ് റിയാസിനെതിരെ തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത്. കാരണം PV അൻവറിനെതിരെ അപരന്മാരെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്തായാലും കോൺഗ്രസിനല്ലല്ലോ. അല്ല. അപ്പോൾ ആരാണ് തൊട്ട് അടുത്ത എതിർ സ്ഥാനാർത്ഥി? അപ്പോൾ ഏത് സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയാണ് PV അൻവർ ബാധിക്കുന്നത് എന്ന് കണക്കാക്കി തന്നെയാണ് PV അൻവറിന് അപരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഹൈക്കോടതി തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നത്. അതായത് ഹൈക്കോടതി തന്നെ മുഹമ്മദ് റിയാസിനെതിരെ വടിയെടുത്തു എന്ന് വേണം അതിൽ നമ്മൾ ഭംഗി തന്നെയാണ് പറയേണ്ടത്. ഇവിടെ PV അൻവർ ഉയർത്തി കാണിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, മണ്ഡലത്തിൻ്റെ വികസനമില്ലായ്മ മുതൽ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ഈ അപരന്മാരെയൊക്കെ ഇറക്കി റീൽസുകളിലൂടെയെല്ലാം മുഹമ്മദ് റിയാസിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിത്രമല്ലേ വരുന്നത്? അല്ല, അതിനകത്തൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. PV അൻവർ നമുക്ക് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരിയുള്ള ആളാണ്. അങ്ങനെയുള്ള അഭിപ്രായ കാഴ്ചപ്പാടുകളോട് യോജിക്കാനും പ്രവൃത്തികളോട് യോജിക്കാനും നമുക്ക് പറ്റാതെ വരും. എന്നാൽ പോലും അൻവർ ഒരു ഫൈറ്ററാണ്, ഒളിച്ചോടുന്നതല്ല. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു UDF ടിക്കറ്റിൽ മത്സരിക്കണം എന്ന് പറയുന്നു. അത് യാതൊരു കാരണവശാലും അല്ലെങ്കിൽ ജോയിനെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെങ്കിൽ എൻ്റെ നോമിനി ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും വേണ്ട എന്ന് ശക്തമായ നിലപാട് VD സതീശനും കോൺഗ്രസ് നേതൃത്വം കൊടുത്തു. അപ്പോൾ അൻവറിന് മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. അല്ല, അന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തിയുക്തം ആഞ്ഞടിച്ച ആളാണ് PV അൻവർ. സതീശനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ UDFിലേക്ക് പ്രവേശനം നൽകാതിരുന്നതിൻ്റെ പ്രധാന ആള് സതീശനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഭീരുവിനെ പോലെ എന്നാൽ ഈ രണ്ട് മുന്നണി സ്വീകരിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്ന അനാഥനെ പോലെ അലഞ്ഞു നടക്കാനല്ല അൻവർ തീരുമാനിച്ചത്. അൻവർ അവിടെ ചേർന്നത് തൃണമൂൽ കോൺഗ്രസ് ചേരുകയും മാത്രമല്ല അവിടെ മത്സരിക്കുകയും ചെയ്തു. മത്സരിച്ച് 20,000 വോട്ട് ഒറ്റയ്ക്ക് പിടിച്ചു. അല്ല, അത് രാഷ്ട്രീയപരമായ വലിയൊരു നട്ടലുള്ള തീരുമാനമായിരുന്നു. നട്ടലുള്ള തീരുമാനം. അതിൻ്റെ പ്രത്യേക അൻവറിന് അനുകൂലമായി വേറെ ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട്. അൻവറിനെ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇവിടെ വേറെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അല്ല, ഇക്കുറി അത് ഈ UDFിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുമായിരുന്നു, യാതൊരു തർക്കം ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനത്തിന് വേറൊരു പൊളിറ്റിക്കൽ പോലെയുണ്ട്, കേരളത്തിലുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇവിടെ സജീവമായാൽ ഇന്ന് UDFിനോടൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ പലരും തൃണമൂലിന് പുറകെ പോകും. അതെ, അൻവർ നേതാവായതുകൊണ്ട് ചിലപ്പോൾ പോയില്ല. എന്നാൽ പോലും അതിനുള്ള സാധ്യത തൽക്കാലം ഈ UDFും അൻവറുമായിട്ടുള്ള യോജിപ്പിലൂടെ ഇല്ലാതാക്കി. അല്ല, അത് രാഷ്ട്രീയ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. CPIക്ക് നാളെ പോകാൻ പേടിക്കാനില്ല. തൃണമൂലിൻ്റെ അടുത്തേക്ക് പോകും. അതാ CPI ധൈര്യം കാണിക്കുന്നത്. അവിടെ 2 കൈ നിന്നിട്ട് സ്വീകരിക്കും. അൻവറിന് അങ്ങനെ ഒരു പൊസിഷനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കോൺഗ്രസിൽ നിന്നൊക്കെ നാളെ ഒഴിവാക്കപ്പെടാൻ പോകുന്ന നേതാക്കന്മാർ അഭയകേന്ദ്രമായിട്ട് കാണാൻ പോകുന്നത് അൻവർ ജയിക്കാവുന്നുണ്ടെങ്കിൽ തൃണമൂലിനായിരിക്കും കാണാൻ പോകുന്നത് കുറേ പേര്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് CPMലേക്കും BJPയിലേക്കുള്ള ഒഴുക്ക് കുറയോടെ അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ അൻവർ ഉയർത്തി കാണിച്ച വേറെ ഒരുപാട് വിഷയങ്ങൾ ബേപ്പൂരിൽ ചർച്ചയാവുന്നൊരു കാര്യം, അതായത് മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബാധിക്കുന്ന വിഷയങ്ങളെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന കാര്യങ്ങൾ അവിടെ അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ തന്നെയാണ്. അതായത് താലൂക്ക് ആശുപത്രിയിൽ പോലും പ്രസവ വാർഡിൽ സാധാരണക്കാരൻ്റെ ആളുകൾ, മക്കൾ, ഭാര്യമാരൊക്കെ പ്രസവിക്കാൻ ചെല്ലുമ്പോൾ ആ പ്രസവം എടുക്കാൻ അവിടെ മിഡ്വൈഫറി സെക്ഷനിൽ പോലും ആളുകളില്ല എന്ന് പറയുന്നു, ഡോക്ടേഴ്സ് ഇല്ല. എന്തിന്? തീരദേശ നിവാസികളുടെ അന്നം അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ കാര്യക്ഷമമായ രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ മുഹമ്മദ് റിയാസിന് പറ്റിയിട്ടില്ല. ദേശീയപാത വികസനം അൻവർ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് ദേശീയപാത വികസനം കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉടനീളം റോഡുകൾ കെട്ടിയിട്ടുകൊണ്ട് മാത്രം ബേപ്പൂരിലെ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുമെന്ന് അൻവർ ചോദിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. ഏറ്റവും അവസാനത്തെ സംഭവത്തിൽ നിന്നെടുക്കാം. ഇപ്പോൾ അവിടുത്തെ ഗൾഫിലുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികൾ ഗൾഫിൽ പോയിരിക്കുന്ന കോഴിക്കോട് ഭാഗത്തുള്ള ജനത. രണ്ടാമത് ഇവിടെ തൊഴിൽ കണ്ടെത്തുന്നത് മത്സ്യബന്ധനം ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ്. ബേപ്പൂരും പൊന്നാനിയല്ല. അപ്പോൾ ഈ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ ഡീസലോ പെട്രോളോ വേണം.
ഇത് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പതുക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് മുൻകരുതൽ റിയാസ് എടുത്തിട്ടുണ്ടെന്ന് അറിയണം. കാരണം റിയാസ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അൻവറിനോട് നമുക്ക് നിയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ല, റിയാസുള്ള മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആള്. പിന്നെ 2-3 കാര്യങ്ങൾ. എത്ര പാലം പണിതു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എത്ര പാലം പൊളിഞ്ഞു എന്ന് പറയണം. എത്ര കെട്ടിടങ്ങൾ പൊളിഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്ര കെട്ടിടങ്ങൾ പൊളിഞ്ഞു തകർന്നു വീണു. അതിന് ഉത്തരവാദിത്തമില്ലേ? ഇവിടെ പാലം പണിതപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ നമ്മൾ പാലാരിവട്ടം പാലം കളിയാക്കി. റിയാസിനെ കളിയാക്കാനാണ് എത്ര പാലമുണ്ട്. ഇനി കേന്ദ്രത്തിൻ്റെ ചുമതലയിലാണ് പാണം വീഴുന്നത്. അവിടെ സൂപ്പർവിഷന് പോകാനും എല്ലാത്തിനും അധികാരമുള്ള ആളാണ് റിയാസ്. ആ ഉത്തരവാദിത്തം ചെയ്തിട്ടില്ല. അല്ല, അത് എന്തെങ്കിലും അപജയങ്ങളുണ്ടാകുമ്പോൾ ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കൈ എഴുകുകയും അല്ലെങ്കിൽ കൈ ഒഴിഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യും. ഇത് പൂർത്തീകരിക്കുന്ന വേളയിൽ ഞങ്ങളാണ്, അതായത് നരേന്ദ്രമോദി കേരളത്തിൽ ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ബദലായൊരു ഉദ്ഘാടനം നമ്മളന്ന് കണ്ടല്ലോ. അപ്പോൾ ആ സന്ദർഭങ്ങളിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണക്കാരായ മനുഷ്യരെ കബളിപ്പിക്കുകയല്ലേ ചെയ്യപ്പെടും. അല്ല, കബളിപ്പിക്കൽ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് തന്നെ എടുത്തിരിക്കുന്ന പാർട്ടിയാണ് CPM. അതിന് കബളിക്കപ്പെടാൻ നിന്നു കൊടുക്കാൻ കുറേ പാവം പിടിച്ച മനുഷ്യരുമുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ ഇവിടെ മോഡി പൊളിച്ചില്ല എന്ന് പറഞ്ഞാൽ തന്നെ റാലി നടത്തി. എന്നാലോചിച്ച് ഉദ്ഘാടന ചടങ്ങിന് അത്ര പ്രാധാന്യം കൊടുക്കണോ? ഇപ്പോൾ ഈ ആകത്തുക നമ്മൾ നോക്കുമ്പോൾ ബേപ്പൂരിൽ PV അൻവറിനെ റിയാസ് വല്ലാതെ ഭയക്കുന്നുണ്ട്. അവരന്മാരെ ഇറക്കുന്നതിലുപരിയായി റിയാസിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ PV അൻവർ അതിശക്തനായ ഒരു പോരാളി തന്നെയാണ് ബേപ്പൂരിൽ എന്നുള്ളത് ജനം സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ചില വാർത്തകളൊക്കെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയാസിൻ്റെ മുമ്പിൽ ആ ഭയം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDF തോക്കുകയും പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് ധർമ്മടത്ത് ജയിക്കും. എന്നാൽ പോലും പാർട്ടിയിലുള്ള പിണറായി വിജയത്തിൻ്റെ അപ്രമാദിത്വം ഇല്ലാതെ വരികയും ചെയ്താൽ റിയാസിൻ്റെ രാഷ്ട്രീയ ഭാവി വലിയ വട്ടപ്പൂജയാണെന്ന് അറിയാം. ഇനി ഈ പാർട്ടിയെ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് ആ ഭയം. എങ്ങനെയെങ്കിലും ജയിച്ച് MLA ആണെന്നുള്ള ആഗ്രഹം റിയാസിനുണ്ട്. അല്ലെങ്കിൽ റിയാസിൻ്റെ രാഷ്ട്രീയം തീരുക. MLA ആയി കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യാം പലതും. ആ ഒരു സ്ഥാനമാണ് റിയാസിനെ ഇന്ന് വിഷമിപ്പിക്കുന്നത്. അൻവർ കണ്ടിരിക്കുന്നത് തന്നോട് എങ്ങനെയൊക്കെ ഇവർ പെരുമാറിയോ, തൻ്റെ സഹകരണം ആദ്യകാലത്ത് എല്ലാ തരത്തിലും മേടിച്ചിട്ട് പിന്നീട് എങ്ങനെയൊക്കെ പെരുമാറിയോ അതുപോലെ ഞാൻ. അല്ല, അൻവറിൻ്റെ കയ്യിൽ ആ വടിയുണ്ട്, കൃത്യമായ രീതികളറിയാം. മാത്രമല്ല, കോഴിക്കോട് തന്നെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം മറ്റൊരു സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് 120 കോടി രൂപയുടെ ഒരു ആസ്തിയുള്ള സ്ഥാപനം ഏതാണ്ട് 38-40 കോടി രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ആരോപണം വിജിലൻസ് ആരോപണം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും PV അൻവറിന് കളിക്കളം ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ PV അൻവറിന് അനുകൂലമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടോടു കൂടി കളിക്കളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ കരിമണൽ കടത്തയുടെ കള്ളം മേടിച്ച് വീണ വിജയന് മാത്രമാണ് ഉത്തരവാദിത്തം. വീണ വിജയൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമില്ലേ? ഇയാളൊന്നും അറിയാതെയാണ്. അല്ല, അവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ട കാരണം PV അൻവർ ബേപ്പൂര് മണ്ഡലത്തിൽ പണം ഇറക്കി പണക്കൊഴുപ്പിന്റെ സ്വാധീനത്തിൽ മത്സരിക്കുന്ന നരേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ PV അൻവർ ചോദിക്കുന്നു ആരുടെ കയ്യിലാണ് കള്ളപ്പണം കൂടുതലുള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞതിന് സ്വാധീനം അവിടെ വരികയാണ്. കാരണം എവിടെ നിന്നാണ് കള്ളപ്പണം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒഴുകുന്നത്, ആര് വഴിയാണ് ഒഴുകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ മോഡി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മോഡി പറഞ്ഞിട്ടില്ല കള്ളപ്പണമാണ് ബിസിനസ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു, ബേപ്പൂരിൽ പുലി ഇറങ്ങിയിരിക്കുന്നു. മുഹമ്മദ് റിയാസിനെ ഭയപ്പെടുത്താൻ അൻവർ എന്ന പുലി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരിക്കും ഈ പുലിയെ ആര് പിടികൂടും, പുലിയെ ഇനി വെടിവെച്ച് കൂട്ടിലാക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നോ?